എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണല്ലോ ശബരിമല. ശബരിമല ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1950 ശബരിമലയിലെ തീപിടുത്തത്തിനെ കുറിച്ചാണ്. 1950 ഈ ശബരിമലയിലെ തീപിടുത്തം അത് ആരെങ്കിലും കരുതി കൂട്ടി ചെയ്തതാണോ? എങ്ങനെയാണ് ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം അന്ന് തകർക്കപ്പെട്ടത്? നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത് തിരുകൊച്ചി സംസ്ഥാനമായിരുന്നു. ശബരിമലയിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്നത്തെ ദ ഹിന്ദു പത്രത്തിൽ വിശദമായ റിപ്പോർട്ട് വരികയുണ്ടായി. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദി ഹിസ്റ്റോറിക് ടെമ്പിൾ അറ്റ് ശബരിമല is said to have been the target of a riot recently by some hooligans who are said to have smashed the idol, looted the temple and set fire to it. ചില സാമൂഹിക വിരുദ്ധർ ശബരിമല ക്ഷേത്രം ആക്രമിക്കുകയും അവിടുത്തെ വിഗ്രഹത്തെ അടിച്ചു തകർക്കുകയും ക്ഷേത്രം കൊള്ളയടിക്കുകയും അവസാനമായി ക്ഷേത്രം തീവെച്ച് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ഇതാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. അന്നത്തെ തിരുകൊച്ചി സംസ്ഥാനം പുറപ്പെടുവിച്ച പ്രസ്താവനയനുസരിച്ച് 1950 ജൂൺ 14 ക്ഷേത്രം തകർക്കപ്പെട്ടതായുള്ള വിവരം ലഭിക്കുന്നത്. 1950 ജൂൺ 14 ക്ഷേത്രത്തിലെത്തിയ ശാന്തിക്കാരൻ കാണുന്ന കാഴ്ച ശ്രീകോവിലും മണ്ഡപവും സ്റ്റോർ റൂമൊക്കെ തീയിൽ തകർക്കപ്പെട്ടിരിക്കുന്നതാണ്. കൂടാതെ ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ വിഗ്രഹം പകുതി തകർക്കപ്പെട്ടതായും അദ്ദേഹം കണ്ടു. ക്ഷേത്രത്തിനുണ്ടായ നാശം ചെറുതായിരുന്നില്ല. ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ തലയും അതുപോലെ തന്നെ കൈകളും തകർക്കപ്പെട്ടിരുന്നു. കൂടാതെ ഈ രണ്ട് ഭാഗങ്ങളും വിഗ്രഹത്തിൻ്റെ ശരീരഭാഗത്തു നിന്നും വേർപെട്ടുള്ള നിലയിലായിരുന്നു. വിഗ്രഹത്തിൻ്റെ വലത് കാലും തകർക്കപ്പെട്ടിരുന്നു. വിഗ്രഹത്തിൻ്റെ തലഭാഗത്ത് അതിശക്തിയായി അടിച്ചതിൻ്റെ പാടുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ വാതിലിന് മുകളിൽ മഴുകൊണ്ട് വെട്ടിയ പാടുകളുമുണ്ടായിരുന്നു. ഇതുകൂടാതെ ക്ഷേത്രത്തിലെ സ്റ്റോർ റൂം തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ഫയറിങ്ങിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കെ കേശവമേനോനെയാണ് ചുമതലപ്പെടുത്തിയത്. 1957 എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു വരുന്നത്. എന്തായാലും നമുക്ക് എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഫൈൻഡിങ്സായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ശ്രീകോവിലേക്കുള്ള വാതിലിന് മുകളിൽ മഴുകൊണ്ട് വെട്ടിയ 15ഓളം പാടുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിച്ചു. വിഗ്രഹത്തിൻ്റെ നെറ്റിയിലും മുഖത്തും മഴുകൊണ്ട് വെട്ടിയ പാടുകളും ഉണ്ടായിരുന്നു. ശബരിമലയിലുണ്ടായ ഈ തീപിടുത്തം ഏതെങ്കിലും രീതിയിലൊരു ആക്സിഡൻ്റലായിട്ടുള്ള സംഭവമല്ലെന്നും അതിന് പിന്നിൽ മനഃപൂർവ്വമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്നും എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ശബരിമല ക്ഷേത്രത്തിന് തീവച്ചത്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ എൻക്വയറി കമ്മീഷന് അവരുടേതായ നിഗമനങ്ങളുണ്ടായിരുന്നു. അക്രമികളുടെ ലക്ഷ്യം മോഷണമായിരുന്നില്ല. ഇതിനുള്ള കാരണം എന്തെന്നാൽ, മോഷണമായിരുന്നെങ്കിൽ അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടേണ്ടതാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അക്രമികളുടെ ലക്ഷ്യം മോഷണമായിരുന്നില്ല. പകരം ശബരിമല ക്ഷേത്രത്തോടുള്ള, ശബരിമലയിലെ വിശ്വാസങ്ങളോടുള്ള ഒരു എതിർപ്പ്, അതിൻ്റെ ബേസിൽ നിന്നാണ് ഈ ആക്രമണം നടക്കുന്നതെന്നാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കണ്ടെത്തിയത്. ഒരു സാമുദായിക ചുവയുള്ള, റിലീജിയസ് ടോണുള്ള റിപ്പോർട്ടായിരുന്നു കേശവമേനോൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫൈൻഡിങ്സിലേക്ക് കടക്കാം. ഈ സംഭവത്തെ സംബന്ധിച്ച് പോലീസിനുണ്ടായിരുന്ന സാക്ഷി എന്ന് പറയുന്നത് ഔസേപ്പ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഔസേപ്പ് എന്ന് പറയുന്ന ആൾ ആ പ്രദേശത്തെ ചില മുതലാളിമാരുടെ സഹായിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഔസേപ്പിൻ്റെ മൊഴി പ്രകാരം ശബരിമല തീവെപ്പ് നടന്നു എന്ന് കരുതുന്ന സമയത്ത് അയാളും ഒപ്പം തന്നെ കുറച്ച് മുതലാളിമാരും കൂടി എരുമേലിയിൽ നിന്നും ജീപ്പിൽ കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്. കരിമ്പനാൽ കൊച്ചുകുഞ്ഞു മുതലാളി, നെല്ലിമറ്റത്ത് കുട്ടിയച്ചൻ, പൊടിമിറ്റം വർഗീസ്, കാരിപ്പറമ്പിൽ ദേവസ്യ, വടക്കേപ്പറമ്പിൽ തൊമ്മൻ, പൊട്ടംകുളം തോമസ്, ഈ മുതലാളിമാർക്കൊപ്പം താൻ അവിടെ എത്തിയെന്നാണ് ഔസേപ്പ് മൊഴി കൊടുത്തിരിക്കുന്നത്. കാളകെട്ടിയിൽ നിന്നും ഈ മുതലാളിമാരുടെ സംഘം പിന്നീട് കാൽനടയായാണ് മുന്നോട്ട് പോയത്. ഔസേപ്പ് ഒഴികെയുള്ള ബാക്കി എല്ലാ സഹായികളെയും ഈ മുതലാളിമാർ കാട്ടിൽ വേട്ടയാടുന്നതിനായി പറഞ്ഞയക്കുകയും ഇവർ മുന്നോട്ട് പോവുകയും ചെയ്തു. പോലീസ് റിപ്പോർട്ട് പ്രകാരം ഔസേപ്പ് മൊഴി കൊടുത്തിരിക്കുന്നത് താനും ഈ മുതലാളിമാരും പണ്ടെങ്ങോ തകർന്നു പോയ നിലയ്ക്കലൊരു ക്ഷേത്രം അന്വേഷിച്ചാണ് മുന്നോട്ട് പോയത് എന്നാണ്. ഔസേപ്പിൻ്റെ മൊഴി ഇതായിരുന്നു. ഈ സാക്ഷിമൊഴിയിൽ നിന്നും മറ്റും അന്വേഷണ കമ്മീഷൻ എത്തിയ കൺക്ലൂഷൻ എന്തെന്നാൽ,
ഈ ശബരിമല തീവെപ്പിന് പിന്നിൽ ഈ മുതലാളിമാരായിരുന്നു. ഇതിന് പിന്നിൽ മതപരമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നിലയ്ക്കലിൽ പണ്ടെങ്ങോ തകർന്ന പള്ളി അന്വേഷിച്ചല്ല യഥാർത്ഥത്തിൽ ഈ മുതലാളിമാർ പോയതെന്നും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രം തീവയ്ക്കാനുള്ള വലിയൊരു പ്ലാനായിരുന്നു എന്നുമാണ് അന്വേഷണ കമ്മീഷൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഈ കൺക്ലൂഷന് ബലമേകുന്ന വലിയ തെളിവുകളൊന്നും കമ്മീഷന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്തായാലും നമുക്ക് ഇക്കാര്യത്തിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, 1950 ശബരിമലയിൽ നടന്നത് ഒരു സാധാരണ തീപിടുത്തമായിരുന്നില്ല. അത് ആക്സിഡൻ്റലായിട്ട് നടന്നതല്ല. അതിന് പിന്നിൽ മനഃപൂർവ്വമായ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ആ ക്രിമിനൽ പ്രവൃത്തി ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്നീ ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ തുടരുന്നു. പ്രതികൾ ഇന്നും അജ്ഞാതരായി തുടരുകയും ചെയ്യുന്നു. ഈ തീപിടുത്തത്തിന് ശേഷം പിന്നെ കാണുന്നത് ശബരിമലയുടെ അതിവേഗത്തിലുള്ള വളർച്ചയാണ്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അയ്യപ്പ ജ്യോതി യാത്ര ദക്ഷിണേന്ത്യയിൽ മുഴുവൻ നടത്തുന്നുണ്ട്. അധികം വൈകാതെ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടാണ് പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ദിവസം കുറിച്ച് നൽകിയത്. തുടർന്ന് താഴമൺ പോറ്റിയുടെയും പുതുമന നമ്പൂതിരിപ്പാടിൻ്റെയും മറ്റു നേതൃത്വത്തിൽ ഈ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. ഈ അയ്യപ്പ വിഗ്രഹമാണ് ഇന്നും ശബരിമലയിൽ കാണുന്നത്. മറ്റൊരു ചരിത്രവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.